നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാടാനപ്പള്ളിയിൽ സ്കൂട്ടറിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണ 2.5 വയസ്സുകാരി ലോറി കയറി മരിച്ചു. മണപ്പുറം ബീച്ച് ഫെസ്റ്റിവലിന് തിരിതെളിഞ്ഞു. ചട്ടങ്ങളും നിയമങ്ങളും വികലമായി മനസ്സിലാക്കുന്ന ഉദ്യോഗസ്ഥരുടെ നിലപാടുകൾ ജനങ്ങൾക്ക് ദ്രോഹമായി മാറുന്നുണ്ടെന്ന് മന്ത്രി കെ രാജൻ. വാർത്തകൾ വിശദമായി. വാടാനപ്പള്ളി സെന്ററിന് വടക്ക് മരണവളവിൽ സ്കൂട്ടർ കാറിലിടിച്ചതോടെ റോഡിലേക്ക് തെറിച്ചു വീണ 2.5 വയസ്സുകാരി ലോറി കയറി മരിച്ചു. തളിക്കുളം ത്രിവേണി കണ്ണൻ കേരൻ മണികണ്ഠന്റെ മകൾ ജാൻവിയാണ് മരിച്ചത്. സ്കൂട്ടർ കാറിന്റെ പിറകിൽ ഇടിച്ചതോടെയാണ് യാത്ര ചെയ്തിരുന്ന ജാൻവി റോഡിലേക്ക് തെറിച്ചു വീണത്. ഈ നേരം ഇതുവഴി പോയിരുന്ന ലോറി പെൺകുട്ടിയുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങുകയായിരുന്നു. തൽക്ഷണം മരിച്ചു. ബുധനാഴ്ച രാത്രി 9:55 അപകടം. വാടാനപ്പള്ളി ആക്സ് പ്രവർത്തകർ ഏങ്ങണ്ടിയൂരിലെ MA ആശുപത്രിയിൽ എത്തിച്ചു. എടമുട്ടം പാലപ്പെട്ടി ദേശീയപാതയിൽ വാഹനാപകടത്തിൽ 5 പേർക്ക് പരിക്ക്. പാലപ്പെട്ടി പടിഞ്ഞാറേ വളവിന് സമീപം സ്കൂട്ടർ സൈക്കിളിലിടിച്ച് നിയന്ത്രണം വിട്ട ഓട്ടോയിലിടിച്ചായിരുന്നു അപകടം. സ്കൂട്ടർ ഇടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞു. സൈക്കിൾ യാത്രക്കാരനായ ചാമക്കാല സ്വദേശി പെരിങ്ങാട്ട് ശശിധരൻ, ഓട്ടോറിക്ഷ ഡ്രൈവർ കഴിമ്പ്രം സ്വദേശി പുതിയ വീട്ടിൽ അബ്ദുൾ മനാഫ്, ചന്ദ്രാപ്പിന്നി സ്വദേശി പണിക്കപ്പറമ്പിൽ സുസ്മിത, മതിലകം സ്വദേശി കാരയിൽ പ്രണവ്, വെമ്പല്ലൂർ സ്വദേശി മനയത്ത് രാഹുൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ ചന്ദ്രാപ്പിന്നി അൽ ഇക്ബാൽ മെഡിസിറ്റിയിൽ ചികിത്സ തേടി. ബുധനാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു അപകടം. കഴിമ്പ്രം ബീച്ചിൽ നടക്കുന്ന മണപ്പുറം ബീച്ച് ഫെസ്റ്റിവലിന് തിരിതെളിഞ്ഞു. കഴിമ്പ്രം തീരോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. ബീച്ച് ഫെസ്റ്റിവലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മതസഹോദരം വ്യത്യസ്തമാണ്. പലർക്കും വ്യത്യസ്തമായ അഭിപ്രായമുണ്ടെങ്കിൽ പോലും ഒറ്റ ഒരുമയോടെ നെഞ്ചത്ത് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലി ഞാൻ ഇതിൻ്റെ സംഘടക സമിതിയെ ആദരിക്കുകയാണ്. പിന്നെ പല പ്രവർത്തനങ്ങൾ 10 വർഷക്കാലമായി നമ്മുടെ പ്രദേശത്ത് കലാ സാംസ്കാരിക രംഗങ്ങളിൽ മാതൃകപരമായി പതിച്ച പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി നമുക്ക് നമ്മുടെ കലാ സാംസ്കാരികം മാത്രമല്ല, നമ്മുടെ മണപ്പുറം പ്രദേശത്തിന് എങ്ങനെ ആരോഗ്യമുള്ള മാറ്റം വരയ്ക്കുവാൻ കഴിയുമെന്നുള്ള പരിശോധനയും കൂടി നമ്മുടെ എത്തിച്ചേരുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ 3.5 വർഷക്കാലം പിന്നിട്ടിരിക്കുകയാണ്. ഇതുപോലെ ബീച്ച് ഫെസ്റ്റിവലിൽ ചില പ്രഖ്യാപനങ്ങൾ പലരും നടത്തിയിട്ടുണ്ട് പോലും ഞാൻ കഴിഞ്ഞ 2-3 പ്രാവശ്യത്തുള്ള ഇതിലാണ് പങ്കെടുത്തിരുന്നത്. ഞാൻ പ്രഖ്യാപിച്ച ചില വികസനങ്ങൾ നമ്മുടെ അടുത്ത് തന്നെ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രതിജ്ഞയാണ് എൻ്റെ ബീച്ച് ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷയായി. തീരോത്സവത്തിന്റെ ഭാഗമായി വൈകിട്ട് ഫെസ്റ്റിവൽ ഗ്രൗണ്ടിൽ ദേശീയ സംസ്ഥാന താരങ്ങൾ അണിനിരുന്ന റെസ്ലിംഗ്, ജൂഡോ എന്നിവയുണ്ടായി. തുടർന്ന് കടുവ പാലാപ്പള്ളി ഗാനം ഫെയിം അതുൽ നറുകരയുടെ മ്യൂസിക്കൽ ബാൻഡ് അരങ്ങേറി. ഉദ്ഘാടന സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത്, ജനറൽ കൺവീനർ ശ്രേയസ് രാമചന്ദ്രൻ, PS ഷജിത്ത്, KV മോഹനൻ മാസ്റ്റർ, NK ബീദിഹരൻ, NR സിദ്ധൻ എന്നിവർ സംസാരിച്ചു. വ്യാഴാഴ്ച രാവിലെ സംഘാടക സമിതി ഓഫീസിൽ തളിക്കുളം ബ്ലോക്ക് തീരദേശ മൊബൈൽ മെഡിക്കൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ അലോപ്പതി മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടന്നു. ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ കാരവൻ ക്യാമ്പും ഉണ്ടായിരുന്നു. എക്കോ ടെസ്റ്റ്, ECG, കൊളസ്ട്രോൾ, ഡെന്റൽ സ്കാനിംഗ് തുടങ്ങിയവ സൗജന്യമായി നടത്തി.
ചട്ടങ്ങളും നിയമങ്ങളും വികലമായി വായിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നിലപാടുകൾ പലപ്പോഴും ജനങ്ങൾക്ക് ദ്രോഹമായി മാറുന്നുണ്ടെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. ഇവ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ജനങ്ങളുടെ ക്ഷേമങ്ങൾക്ക് വേണ്ടിയാണെന്നും ജനങ്ങളിൽ ഉപദ്രവമായി മാറുന്ന രീതിയിൽ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം ശരിയായ വായനകളിലൂടെ ഇവ ജനങ്ങൾക്ക് ഗുണകരമാക്കാൻ സാധ്യമാകുമെന്നും ഇതാണ് നാടിന് ആവശ്യമെന്നും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അഭിപ്രായപ്പെട്ടു. നിർബന്ധങ്ങൾ ഉത്തരവുകളാകുന്നത് ഈ പറഞ്ഞതുപോലെയുള്ള മനുഷ്യബന്ധത്തിൻ്റെ ആഴം കൂടുതൽ കൂടി വരുമ്പോഴാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണെങ്കിൽ പിന്നെ 2 ദിവസം മുമ്പ് 25-ാം തീയതി ആക്കിയാലോ എന്ന് ചോദിച്ചു. പറഞ്ഞവരോട് ഇക്ബാൽ പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഒല്ലൂർ ഏതാണ് സ്ഥലം എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ക്രിസ്തുമസ് ആയതുകൊണ്ട് അവസാനം പരിപാടി മാറ്റുമോ? പറഞ്ഞത് ശരിയാണ്. അവസാനമാകുമ്പോൾ പിന്നെയുള്ള സമ്മർദ്ദം വരുമ്പോൾ മാറ്റാനുള്ളൊരു മാനസികാവസ്ഥയൊക്കെ ഉണ്ടാകും. പക്ഷേ ഇതൊരു മഹനീയമായ ചടങ്ങാണ്. മഹനീയമായ ചടങ്ങ് എന്ന് ഞാൻ പറയാൻ കാരണം, നമ്മുടെ നാട്ടിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ പല വിധത്തിൽ നാം കാണും. ദേശീയ ഹൈവേയുടെ നിർമ്മാണം മുതൽ ഇങ്ങോട്ട് റോഡുകളും പാലങ്ങളും സ്കൂളുകളും കെട്ടിടങ്ങളും. പക്ഷേ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ തട്ടുന്ന വികസനം ഏത് മരുഭൂമിയിലാണോ മനുഷ്യൻ ഒറ്റപ്പെടുന്നത്, എവിടെയാണോ അവൻ സമൂഹത്തിലേക്ക് മാറ്റി നിർത്തപ്പെടാൻ നിർബന്ധിക്കപ്പെടുന്നത്, എവിടെയാണോ തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ ഒറ്റപ്പെട്ട ജീവിതത്തിൻ്റെ ദുരിതക്കയങ്ങളിൽ മുണ്ട് മുറുക്കി ഉടുക്കാൻ കഴിയാതെ അവൻ ഒറ്റപ്പെട്ട് നിലവിളിയുടെ അശരീരിയുടെ ഭാഗമായി നിൽക്കപ്പെടുന്നത്, അവിടെയാണ് സ്നേഹത്തിൻ്റെ ഒരു കരമുണ്ടാവുക. അതാണ് നാടിൻ്റെ മനുഷ്യൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വികസനമായി പിന്നീട് പരിണമിക്കുക. നേരത്തെ റഷീദൊക്കെ പറഞ്ഞതുപോലെ വളരെ ചെറിയ പ്രായത്തിൽ 2 പ്രധാനപ്പെട്ട വകുപ്പുകളുടെ ചുമതല ഈ ഗവൺമെൻറ്റിനകത്ത് വഹിക്കേണ്ടി വന്നു. ഒന്ന് ഭൂമിയുടെയും മറ്റൊന്ന് വീടിൻ്റെയുമാണ്. റവന്യൂ ഭവന നിർമ്മാണമാണ്. സ്വാഭാവികമായിട്ടും അന്നുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രയാസം മണ്ണില്ലാത്ത മനുഷ്യന് മണ്ണ് കൊടുക്കാനുള്ള വലിയ പരിശ്രമം പല വിധത്തിൽ ആരംഭിക്കണം എന്ന് കരുതിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥന്മാരോട് നിർബന്ധമായി ഞാൻ പറഞ്ഞൊരു കാര്യം, ഈ ചട്ടങ്ങളും നിയമങ്ങളും സാധാരണ നിലയിൽ ഒരു മനുഷ്യനെ ജീവിതത്തിൻ്റെ പച്ചപ്പിലേക്ക് കൊണ്ടുവരാനുള്ള വഴിത്താരകൾ മാത്രമാണ്. ചട്ടങ്ങളും നിയമങ്ങളും ചെകുത്താനെ കുരിശ് കാണിക്കുന്നത് പോലെ കാണിച്ച് പേടിപ്പിക്കേണ്ട ഉപകരണങ്ങളല്ല. സ്വാഭാവികമായി തീരുമാനമെടുക്കുമ്പോൾ ആരെയാണോ അത് ബാധിക്കുന്നത് അവനെങ്ങനെ അനുകൂലമായി ചിന്തിക്കാമെന്ന് കരുതിയാൽ നമ്മുടെ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ മാറും. വീട് സ്വപ്നമായി കഴിയുന്ന നിർധന കുടുംബങ്ങൾക്ക് നാട്ടിക മഹൽ ജമായത്ത് കമ്മിറ്റിയുടെ സഹകരണത്തോടെ UAE നാട്ടിക മഹൽ വെൽഫെയർ കമ്മിറ്റി നിർമ്മിച്ച 8ാമത്തെ ബൈത്തൂനൂർ സമർപ്പണം നിർവഹിക്കുകയായിരുന്നു മന്ത്രി കെ രാജൻ. നാട്ടിക മഹൽ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് അധ്യക്ഷനായി. മഹൽ ഖത്തീബ് കബീർ ഫൈസി ചെറുക്കോട്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, മുൻ പ്രസിഡന്റ് അനിൽ പുളിക്കൽ, UAE നാട്ടിക മഹൽ വെൽഫെയർ കമ്മിറ്റി പ്രസിഡന്റ് RA ബഷീർ, KS അബ്ദുൽ മജീദ്, മഹൽ ജനറൽ സെക്രട്ടറി KA ഷൗക്കത്ത് അലി, വൈസ് പ്രസിഡന്റ് KA അഷ്റഫ്, ട്രഷറർ MK ആസിഫ് അലി, സെക്രട്ടറി PK ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരൻ MT വാസുദേവൻ നായരോടുള്ള ആദരസൂചകമായി സംസ്ഥാന സർക്കാർ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ഔദ്യോഗികമായി ദുഃഖാചരണം പ്രഖ്യാപിച്ചു. വ്യാഴാഴ്ച ചേരാനിരുന്ന മന്ത്രിസഭാ യോഗം ഉൾപ്പെടെ എല്ലാ സർക്കാർ പരിപാടികളും മാറ്റിവെക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന MT ബുധനാഴ്ച രാത്രി 10 മണിയോടെയാണ് മരിച്ചത്. മൃതദേഹം നടക്കാവ് കൊട്ടാരം റോഡിലെ വീട്ടിലെത്തിച്ചു. പൊതുദർശനത്തിന് ശേഷം വ്യാഴാഴ്ച വൈകിട്ട് 5-ന് മാവൂർ റോഡ് ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ. ഫ്രണ്ട്സ് പുരുഷ സ്വയം സഹായ സംഘം എടമുട്ടം ആൽഫ പാലിയേറ്റീവ് കെയറിലെ അന്തേവാസികളായ അച്ഛനമ്മമാരോടൊപ്പം ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. E.T. ടൈസൺ മാസ്റ്റർ MLAയും ആൽഫയിലെ പ്രായം കൂടിയ അമ്മയും ചേർന്ന് കേക്ക് മുറിച്ച് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. അല്ലെങ്കിൽ ആഘോഷ സമയത്ത് ഏറ്റവും പാവപ്പെട്ടവരെ, ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ആളുകളെയൊക്കെ കണ്ണു തുറന്ന് കാത് തുറന്ന് കേൾക്കാൻ കഴിയുന്ന ഒരവസരം എന്ന അർത്ഥത്തിലാണ് ഞാൻ ഈ ക്രിസ്തുമസ് ആഘോഷത്തെ കാണുന്നത്. ഇടപെട്ട ഫ്രണ്ട്സ് പുരുഷ സ്വയം സഹായ സംഘടനയുടെ പ്രവർത്തനത്തെ കാണുന്നത്. നമ്മുടെ സംസ്ഥാനം ഏതെല്ലാം കാര്യങ്ങളിൽ മുമ്പിൽ പോകുന്നുണ്ടോ, മുന്നിൽ പോകുന്നതിനും വളരെ പ്രധാനപ്പെട്ട ഒരു കൃത്യനിർവഹണം ഇതുപോലുള്ള സംഘങ്ങളുടെ പ്രവർത്തനമാണ്. നമ്മൾ ഗവൺമെൻറ്റോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ മാത്രം വിചാരിച്ചാൽ ഒരു നാടിൻ്റെ പ്രശ്നം നമുക്ക് പരിഹരിക്കാനാവില്ല. അതിന് കൂട്ടായ പരിശ്രമമാണ് വേണ്ടത്. ആ കൂട്ടായ പരിശ്രമത്തിൽ നമ്മുടെ
ഇടപെടാൻ ഫ്രണ്ട്സ് പുരുഷ സഹായ സംഘം കൂടി ചേരുന്നു എന്നുള്ള സന്തോഷവും ഇവിടെ അന്തേവാസികൾക്കൊപ്പം ഒരു ചെറിയ സമയമെങ്കിലും ഇവിടെ നിന്ന് ഈ ക്രിസ്തുമസ് ആഘോഷിക്കാൻ കിട്ടിയ അവസരവും ഏറ്റവും പ്രധാനപ്പെട്ടതായി ഞാൻ മനസ്സിലാക്കുകയാണ്, വിലയിരുത്തുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുമസ് നവവത്സരാശംസകൾ നേർന്നുകൊണ്ട് പരസ്പരം മധുരം നൽകി സ്നേഹം പങ്കിടുന്നതോടൊപ്പം കഴിമ്പ്രം ദിലീപ്, അശ്വതി ദിലീപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഗീത വിരുന്നിനൊപ്പം അച്ഛനമ്മമാർ ചുവട് വെച്ചതും ആഘോഷത്തിന് മാറ്റുകൂട്ടി. മധു പണിക്കശ്ശേരിയുടെ സാക്സ്ഫോൺ വായനയോടൊപ്പം കുട്ടൻ ചന്ദ്രാപിന്നിയുടെ ചെണ്ടമേളം കൂടിയായപ്പോൾ ആഘോഷത്തിന്റെ അലയടികൾ വാനോളമുയർന്നു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അർജിത് മുഖ്യാതിഥിയായി. ഫ്രണ്ട്സ് ഗ്രൂപ്പ് പ്രസിഡന്റ് ഷാഹിൽ പുതിയ വീട്ടിൽ, സെക്രട്ടറി അക്ഷയ്, കൺവീനർ ഭിന്നി ആലപ്പാട്ട്, ട്രഷറർ PM ആദർശ്, ഷെമീർ എലയിടത്ത്, ഫ്രണ്ട്സ് ഗ്രൂപ്പ് അംഗങ്ങളായ MV നൌഷാദ്, ആരാദ് VK അലിയാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചത്. ബാലസംഘം സ്ഥാപക ദിനമായ ഡിസംബർ 28 നടക്കുന്ന കാർണിവലിന്റെ ഭാഗമായി പോസ്റ്റർ ഒറിഗാമി പരിശീലനം നടന്നു. ഈശൻ പഠന കേന്ദ്രത്തിൽ വെച്ച് നടന്ന പരിപാടി മുൻ വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മദനമോഹനൻ ഉദ്ഘാടനം ചെയ്തു. കാർണിവൽ എന്നാണ് ഈ പരിപാടിയുടെ, ബാലസംഘം കാർണിവൽ എന്നാണ് 28 നടക്കുന്ന പരിപാടിയുടെ പേര്. കാർണിവൽ എന്ന് പറഞ്ഞാൽ വിജയ ആഹ്ലാദ ദിനം, ആഹ്ലാദോത്സവം എന്നൊക്കെയാണ്. അപ്പോൾ നമ്മൾ ബാലസംഘം മുമ്പ് ഹാപ്പിനെസ് ഡേ എന്നൊക്കെ പറഞ്ഞ് നടത്തിയിട്ടുണ്ട്. ഹാപ്പിനെസ് ഡേ ഒരുപക്ഷെ അത് തന്നെയാണ്. അതിനേക്കാൾ കുറേ കൂടി വിപുലമായി പാട്ടും കളികളും നൃത്തവും പ്രദർശനവും, സിനിമാ പ്രദർശനം മാത്രമല്ല ശാസ്ത്ര സാംസ്കാരിക പ്രദർശനങ്ങളൊക്കെയും. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ പരിപാടിയാണ് നമ്മളിപ്പോൾ ഇന്ന് സംഘടിപ്പിക്കുന്നത്. ഇവിടെ ബാലസംഘം പ്രസിഡന്റ് KY ഫാത്തിമ അധ്യക്ഷയായി. MV മുകേഷ്, NA പീതാംബരൻ, KK കൃഷ്ണൻകുട്ടി, സുരേഷ് താനാപറമ്പിൽ, കൺവീനർ VM കരീം, കോർഡിനേറ്റർമാരായ KV സധി, K സുജിത എന്നിവർ സംസാരിച്ചു. പ്രിയ ടീച്ചർ ക്ലാസ് എടുത്തു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നിങ്ങൾ അറിഞ്ഞോ, മൈ സ്റ്റോർ 5ാം വർഷത്തിലേക്ക്. നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. നിങ്ങൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് എന്തിനു കാത്തിരിക്കണം? അതിലും വിലക്കുറവിൽ ഞങ്ങൾ നിങ്ങൾക്ക് നൽകാം സ്മാർട്ട് ഫോണുകൾ, മൊബൈൽ ആക്സസറീസ്, ഒപ്പം നിരവധി സമ്മാനങ്ങളും. നിങ്ങൾക്കിഷ്ടപ്പെട്ട സ്മാർട്ട് ഫോണുകൾ ചെറിയ മാസത്തവണയിൽ, അതും പലിശയില്ലാതെ. ഫോണിലെ ഡാറ്റ ഒന്നും നഷ്ടമാകാതെ നിങ്ങളുടെ മുന്നിൽ വെച്ചു തന്നെ റിപ്പയർ ചെയ്തു നൽകുന്നു. ഫോൺ ഏതുമാകട്ടെ, ഞങ്ങളുടെ സേവനം നിങ്ങൾക്ക് മുന്നിൽ. മൈ സ്റ്റോർ ഇനി എന്നും നിങ്ങളോടൊപ്പം. മൈ സ്റ്റോർ മൊബൈൽസ്, സിറ്റി ടവർ, ടെമ്പിൾ റോഡ്, തൃപ്രയാർ. AJ Gold and Diamonds, തൃപ്രയാർ ജംഗ്ഷൻ. ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫർ. 1 പവൻ സ്വർണം വാങ്ങുന്നവർക്ക് പട്ടുസാരി, ചുരിദാർ സമ്മാനം. ഓരോ പർച്ചേസിനും ഒട്ടനവധി സമ്മാനങ്ങൾ. എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലിയിൽ ഇളവുകൾ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% ഡിസ്കൗണ്ട്. ഏത് ഷോപ്പിൽ നിന്നും എടുത്ത ഡയമണ്ട് ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുവാനും ക്യാഷ് ആക്കുവാനും സൗകര്യം. 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ പ്രീമിയം കളക്ഷൻസ്. 5 പവൻ മുതലുള്ള കല്യാണ സെറ്റുകൾ ഹോൾസെയിൽ വിലയിൽ. 18 കാരറ്റ് ആഭരണങ്ങളുടെ പ്രീമിയം കളക്ഷൻസ്. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ബേബി കളക്ഷൻസ്, ചെയിൻ, വള, അരഞ്ഞാണം, പാദസ്വരം മൊത്തം 1 പവനിൽ. AJ Gold and Diamonds, തൃപ്രയാർ ജംഗ്ഷൻ. ലൈറ്റ് വെയ്റ്റ് ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ജ്വല്ലറി. 916 ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. ഫോൺ 6.
അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി. അറിഞ്ഞില്ലേ? ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം. ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ. പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു. വേദനയില്ലാതെ കാതുകുത്തുന്നു. 26ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26333614. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഹായ്, അശിക ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഇന്ന് പോയില്ലടോ, ഒരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഒരു ജ്വല്ലറിയിലാ. ഏത് ജ്വല്ലറിയാ? ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്. ആ, ഇഷാര. ഓക്കെ, ബൈ ഐഷ, കാണാം. ആ, ശരി എന്നാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിലാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സും ഗിഫ്റ്റും തമ്മിലൊരു ബന്ധമില്ല, മാച്ച് ആവണ. അതാണോ? ഐഷ, ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇവിടെ നമ്മൾ 4 ഗ്രാമിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഓരോ പർച്ചേസിനും നമുക്ക് ഇതിന് കാർഡ് ചൂസ് ചെയ്യാം. അത് സ്ക്രാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗ്യം അനുസരിച്ച് നമുക്ക് വമ്പൻ സമ്മാനങ്ങൾ നേടാൻ സാധിക്കും. കൂടാതെ 2024 ഡിസംബർ 20 മുതൽ 2025 ജനുവരി 31 വരെയുള്ള ലക്കി ഡ്രോയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ലഭിക്കാൻ പോകുന്നത് വമ്പൻ സമ്മാനമായ ഈ ഡയമണ്ട് നെക്ലേസ് ആണ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. വലപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1984 ബാച്ചിലെ ഓർമ്മയിലെ സ്കൂൾ വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഭവന നിർമ്മാണ ധനശേഖരണാർത്ഥം സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് നടത്തി. കൂട്ടായ്മയിലെ 4 നിർധനരായ അംഗങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിന് വേണ്ടിയാണ് സമ്മാന കൂപ്പൺ പദ്ധതി ആരംഭിച്ചത്. കൂട്ടായ്മ അംഗവും വലപ്പാട് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സുധീർ പട്ടാലി ഉദ്ഘാടനം നിർവഹിച്ചു. ജിജു അരയമ്പറമ്പിൽ അധ്യക്ഷനായി. ശിബ പ്രദീപ്, ശിവദാസൻ, സജിത്രൻ തയ്യൽ, ഗീത രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഇത്ര കാലയളവിനുള്ളിൽ ഇത്രയും ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോയത് നിസ്സാര കാര്യമല്ല. ഇത് 4 പേർക്കാണ് വീട് ഉദ്ദേശിക്കുന്നത്. അതിലൊരാൾക്ക് കിട്ടിയെന്നാണ് പറഞ്ഞത്. കേരളത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളുണ്ടെങ്കിലും അത് കേരളം 4 ചില ലക്ഷം വീടുകൾ സർക്കാർ ലൈഫ് പദ്ധതിയിലൂടെ കൊടുത്ത സ്ഥലത്താണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ബദൽ ആയിട്ട് ഇതുണ്ടാക്കിയിട്ട് കൊടുക്കാൻ ശ്രമം നടത്തുന്നത്. ആ ശ്രമത്തിലേക്ക് ഇതുവരെ പങ്കാളികളല്ലാത്തവർക്കും ഇന്നു മുതൽ പങ്കാളികളാവാൻ നമ്മൾ ശ്രമിക്കണം. നമ്മളെ കൂട്ടുകാരെ എല്ലാവരും ഒന്നുകൂടെ ഒത്തൊരുമിച്ച് നിന്ന് നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചാൽ നമുക്ക് 50 ലക്ഷം രൂപ അല്ലെങ്കിൽ 60 ലക്ഷം രൂപ എന്നുള്ളത് നിസ്സാരമായി തോന്നും. ഇതൊരു ചവിട്ടുപടിയായി എടുക്കണം. തൃപ്രയാർ സാമൂഹ്യ ക്ഷേമ സമിതിയുടെ 25ാം വാർഷിക പൊതുയോഗം നടന്നു. തൃപ്രയാർ ഗുരുമന്ദിരത്തിൽ വെച്ച് നടന്ന പൊതുയോഗം NS പ്രജീഷ് ശാന്തി ഉദ്ഘാടനം ചെയ്തു. വാർഷികത്തോടനുബന്ധിച്ച് സമിതി കുടുംബാംഗങ്ങളിൽ നിന്നും 80 വയസ്സ് തികഞ്ഞ മുതിർന്നവരെ ആദരിക്കലും SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു.
പ്രസിഡന്റ് പാറൻകുട്ടി അധ്യക്ഷനായി. സെക്രട്ടറി അശോക് കുമാർ, രാജേഷ് കാരയിൽ, ജിഷ സുധീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തൃപ്പയാർ സാമൂഹ്യക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ സ്നേഹാദരവ്, ഈ വൈദ്യവേളയിൽ അതിൻ്റെ ആദരവ് നൽകുന്ന ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പറയുകയാണ്. എന്നെ വിളിച്ചതിലുള്ള സ്നേഹവും നന്ദിയും ആദ്യമായി തന്നെ ഇവിടുത്തെ ഭാരവാഹികളോട് പറയട്ടെ. ഈ വേദിയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഉദ്ഘാടന സദസ്സിൽ നിൽക്കുമ്പോൾ ഒരു അഭിമാനമുണ്ട്. കാരണം ധാരാളം വേദികളിൽ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറയേണ്ട ഇത്രയധികം വേദികളിൽ, കാരണം കഴിഞ്ഞ ഒരു 5-10 വർഷത്തിനുള്ളിൽ ഏകദേശം 1000-ഓളം വേദികളിലായിട്ട് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള വേദികളിൽ സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ പറയാൻ കാരണം നാട്ടിക മേഖല തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ എങ്ങനെയാണ് ഇത്തരം വേദികളിലേക്ക് കടന്നു വരാനുള്ള ഒരു സാഹചര്യവും വന്ന് ആദ്യമായിട്ട് ഇന്നിവിടെ പ്രേമല ടീച്ചറെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. വലപ്പാട് ഹൈസ്കൂളിലേക്ക് ആദ്യമായിട്ട് കടന്നു ചെല്ലുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ LP യിൽ നിന്ന് UP ക്ലാസ്സിലേക്ക് ആദ്യമായിട്ട് കടന്നു ചെല്ലുന്ന സമയത്ത് ആദ്യമായിട്ട് എൻ്റെ അതുവരെ രാഷ്ട്രീയം നിലനിന്നിരുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ആ കാലഘട്ടങ്ങളിൽ രാഷ്ട്രീയമില്ലാതെ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്ന വർഷത്തിലാണ് ഞാൻ വലപ്പാട് ഹൈസ്കൂളിലേക്ക് ചെല്ലുന്നത്. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന 12ാമത് ദക്ഷിണാമൂർത്തി സംഗീത നൃത്തോത്സവത്തിൻ്റെ 27ാം ദിവസം തൃപ്പുണിത്തറ ശങ്കരനാരായണൻ്റെ പുല്ലാങ്കുഴൽ കച്ചേരി ഉസ്താദ് ഹമീദ് ഖാൻ സാഹിബിൻ്റെ ശിഷ്യയായ വിദുഷി ശ്രീജ രാജേന്ദ്രയുടെ ഹിന്ദുസ്ഥാനി സിത്താർ കച്ചേരിയും ഉണ്ടായിരുന്നു. കോട്ടയം മനോജ് കുമാർ മൃദംഗത്തിലും രത്നശ്രീ അയ്യർ തബലയിലും പക്കം വായിച്ചു. RLV, അപർണ അനീഷ്, അമൃത അനീഷ് എന്നിവരുടെ ഭരതനാട്യവും കലാമണ്ഡലം അശ്വതി അനീഷിൻ്റെ നരസിംഹാവതാരം നങ്ങ്യാർ കൂത്തും സാന്ദ്ര സുധീഷ്, റിമാദാസ്, സൗമ്യ സജികുമാർ എന്നിവരുടെ മോഹിനിയാട്ടവും സുധാ കുറൂറിൻ്റെ ശിഷ്യകളായ ആതിര ധ്വനിയുടെ തിരുവാതിരക്കളിയും ഉണ്ടായിരുന്നു. തളിക്കുളം ആൽത്തറ ചങ്ങായിക്കൂട്ടത്തിൻ്റെ കുടുംബസംഗമം നടന്നു.
തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മയിലെ മുതിർന്ന അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. കൃഷിയിൽ മികവ് തെളിയിച്ച കൂട്ടായ്മയിലെ അംഗങ്ങളെ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത ടീച്ചർ ആദരിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് മെമ്പർ ഷിജി, ആൽത്തറ ചങ്ങായിക്കൂട്ടം പ്രസിഡന്റ് കളപ്പുരയ്ക്കൽ സിദ്ധൻ, സെക്രട്ടറി നന്ദകുമാർ കുര്യത്ത് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കുടുംബസംഗമത്തിന്റെ ഭാഗമായി വിവിധ കലാകായിക മേളകളും നടത്തി. चतुराय गान प्राणाय गानान्तरात्मने गानोत्सुकाय गानमत्ताय गानोत्सुकमनसे वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि. നാട്ടിക എസ്.എൻ. ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് കരോൾ നടന്നു. താനിം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന സപ്തദിന സഹവാസ ക്യാമ്പിനോടനുബന്ധിച്ചാണ് ക്രിസ്മസ് കരോൾ നടന്നത്. താനിം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആരംഭിച്ച കരോൾ തൃപ്പയാർ വൈമാളിൽ സമാപിച്ചു. പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ്, അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ഷൈജ EB, അധ്യാപകരായ രഘുരാമൻ, ബബിൽനാഥ്, NSS ലീഡർമാർ എന്നിവർ നേതൃത്വം നൽകി. തൃപ്പയാർ ശ്രീരഞ്ജിനി കലാക്ഷേത്രം ചെസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ തൃപ്പയാർ TSGA ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാന ചെസ് ടൂർണമെൻറ്റ് ക്രൈംബ്രാഞ്ച് DYSP സുരേന്ദ്രൻ മങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് അധ്യക്ഷനായി. നാട്ടിക സ്പോർട്സ് അക്കാദമി പരിശീലകൻ കണ്ണൻ മാഷ് മുഖ്യാതിഥിയായി. കേരള കാർഷിക സർവകലാശാല കായിക മത്സരത്തിൽ സ്വർണ്ണ മെഡൽ ജേതാവ് അതുല്യയെ ചടങ്ങിൽ ആദരിച്ചു. മധു ശക്തിധരൻ പണിക്കർ സംസാരിച്ചു. വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ മണലൂർ ഗോപിനാഥ് സമ്മാനദാനം നിർവഹിച്ചു. ശ്രീരഞ്ജിനി കലാക്ഷേത്രം പ്രിൻസിപ്പൽ ജയചന്ദ്ര മാസ്റ്റർ, PTA സെക്രട്ടറി ശരണ്യ എന്നിവർ സംസാരിച്ചു. വിവിധ ജില്ലകളിൽ നിന്നായി 300-ൽ പരം മത്സരാർത്ഥികൾ പങ്കെടുത്തു. ചീഫ് ആർബിറ്റർ നൌഷാദ് ടൂർണമെന്റ് നിയന്ത്രിച്ചു. ബെസ്റ്റ് സ്കൂളിനുള്ള ട്രോഫി ഗോകുലം പബ്ലിക് സ്കൂളും ബെസ്റ്റ് അക്കാദമിക്കുള്ള ട്രോഫി അക്ഷര അക്കാദമി തൃശ്ശൂരും കരസ്ഥമാക്കി. 01 മീഡിയ ക്രിയേഷൻസിൻ്റെ ബാനറിൽ ഒരുക്കിയ ഹാപ്പി ക്രിസ്മസ് എന്ന ഹ്രസ്വ ചിത്രത്തിൻ്റെ റിലീസിംഗ് നടത്തി. കാഞ്ഞാണി സിംല മാളിൽ നടന്ന ചടങ്ങ് അവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. സംവിധായകൻ സുരേഷ് വാഴപ്പള്ളി അധ്യക്ഷനായി. മദ്യവിമോചന സമിതി സംസ്ഥാന പ്രസിഡന്റ് EA ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ടോണി അത്താണിക്കൽ, വിനയൻ ഗുരുവായൂർ, അനി കാട്ടുംപുറം, രാമചന്ദ്രൻ പള്ളിയിൽ, ചിന്നു രാഗ്, സുധീഷ് വാഴപ്പള്ളി, സുജിത സനീഷ് എന്നിവർ സംസാരിച്ചു. കലാസാംസ്കാരിക സേവന രംഗത്ത് വിവിധ അവാർഡുകൾ നേടിയ അനിൽ മണലൂർ, വിനയൻ ഗുരുവായൂർ, രാമചന്ദ്രൻ പള്ളിയിൽ, ആനന്ദൻ കുറുവത്ത്, അനി കാട്ടുംപുറം, നിഹാരിക കുമാരി, ദക്ഷ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. എടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഒരു വർഷത്തിനകത്ത്
40ഓളം ഷോർട്ട് ഫിലിമുകൾ എടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. കാരണം അതിൻ്റെ ഉള്ളിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സ്ട്രെയിൻ അതിനുള്ളിൽ നിൽക്കുന്നുണ്ട്. പല രീതിയിലും ഒരു ഷൂട്ടിംഗ് ചെറിയ രീതിയിലാണെങ്കിൽ പോലും വലിയ സാമ്പത്തികമായിട്ട് ബാധ്യത വരുത്തി വയ്ക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ 40 എണ്ണം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അത് മാത്രമല്ല, ഇപ്പോൾ യൂട്യൂബിലാണ് നമ്മളെല്ലാം പ്രദർശനം ചെയ്യുന്നത്. യൂട്യൂബിൽ തല്ലിക്കയറ്റമാണ്. ഒരു എന്തൊക്കെയാണ് വരുന്നതെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് യൂട്യൂബ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മുഖ്യധാരയിലേക്ക് വന്ന് എത്തിച്ചേരാൻ സാധിക്കണമെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി വർദ്ധിക്കണം, എടുക്കുന്ന പിക്ചറിൻ്റെ ക്വാളിറ്റി വർദ്ധിക്കണം, അതുപോലെ തന്നെ മറ്റുള്ള സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ നന്നായി വരണം, കോസ്റ്റ്യൂംസ് നന്നായി വരണം. അങ്ങനെയുള്ള പല ചേരുവകളും ചേർന്ന് വന്നെങ്കിൽ ഒരു നല്ല മികച്ച കലാരൂപമായിട്ട് നമുക്കൊരു യൂട്യൂബിൽ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് സ്ട്രെയിൻ ഉണ്ട്, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, അത് മനസ്സിലാക്കുന്നു. എന്നാലും ഇതൊക്കെ മറികടന്നുകൊണ്ട് 40ഓളം ചിത്രങ്ങൾ നിർമ്മിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ഏറ്റവും മഹനീയമായിട്ടൊരു കാര്യമായിട്ട്. AITUC ചുമട്ട് തൊഴിലാളി യൂണിയൻ വാടാനപ്പള്ളിയുടെ 50ാം വാർഷികം സംഘടിപ്പിച്ചു. ചുമട്ട് തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് VR മനോജ് ഉദ്ഘാടനം ചെയ്തു. അഷ്റഫ് അലിയകത്ത് അധ്യക്ഷനായി. ചുമട്ട് തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം PK പ്രസാദ്, യൂണിയൻ മണ്ഡലം സെക്രട്ടറി VG രാധാകൃഷ്ണൻ, CPI ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ജുബുമോൻ, KP ആനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി IR ദിജീഷ്, അഷ്റഫ് വലിയകത്ത്, വിമൽ വിനോദ്, CK സുനിൽ, KK ചന്ദ്രൻ, KC രതീഷ് എന്നിവരെ തിരഞ്ഞെടുത്തു. പ്രതിസന്ധി ഉണ്ടാക്കുന്ന നിയമനിർമ്മാണങ്ങൾക്ക് എല്ലാ പദ്ധതിയും കൊടുക്കുന്ന രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയ BJPയുടെ ഗവൺമെന്റാ. ആ ഗവൺമെന്റിന്റെ തൊഴിലാളികൾക്ക് പോലും BMSർക്ക് പോലും ഇന്ന് രാജ്യത്തെ ഭരണാധികാരി എടുക്കുന്ന നിയമങ്ങൾക്ക് അനുസരിക്കാതെ തൊഴിൽ സമരങ്ങൾ ചെയ്യേണ്ട ഗതികളിലേക്ക് എത്തിയിരിക്കുന്നു. മണലൂർ അയ്യപ്പൻകാവ് ക്ഷേത്ര സന്നിധിയിൽ നടത്തിവരുന്ന ദേശവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി കലാസന്ധ്യ അരങ്ങേറി. ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് സുധീർ പൊറ്റേക്കാട് ഉദ്ഘാടനം ചെയ്തു. മണലൂർ ശ്രീ സൂര്യ നൃത്ത സംഗീത വിദ്യാലയം അവതരിപ്പിച്ച വിവിധ നൃത്തനൃത്യങ്ങൾ അരങ്ങേറി. സുനിൽ കൊച്ചത്ത് സെക്രട്ടറി സന്തോഷ്, ജോയിന്റ് സെക്രട്ടറി MT താജൻ, രഞ്ജിത്ത് തണ്ടാമറമ്പിൽ, ട്രഷറർ അജീഷ് സോമൻ, ആദർശ്, ഗോകുൽദാസ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നിർഭയ ഇരുൾ മൂടിയ ലോകത്തെ ഭയക്കുന്നവൾ ഭയക്കുന്നു നിർഭയ ഞാൻ. കാഞ്ഞാണി പോണല്ലൂർ വടക്കുമുറി ബ്ലോക്ക് 3 മരണാന്തര സഹായ സമിതി വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. മഞ്ചാടിയിലെ സമിതി ഓഫീസിൽ ചേർന്ന യോഗത്തിൽ സമിതി പ്രസിഡന്റ് രാംദാസ് കൊല്ലാടി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ശ്രീധരൻ വെളുത്തെടുത്ത് പറമ്പിൽ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റ് സിദ്ധാർത്ഥൻ വലിയ പറമ്പിൽ, സെക്രട്ടറി ഇൻചാർജ് സോമൻ ചക്കാമടത്തിൽ, ജോയിന്റ് സെക്രട്ടറി സുകുമാരൻ കാട്ടുങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടിക ശ്രീകൃഷ്ണപുരം വെള്ളാഞ്ചേരി ജയപ്രകാശിന്റെ ഭാര്യ രാധ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. മക്കൾ ലൈത, മിഥുൻ. സംസ്കാര കർമ്മം വെള്ളി രാവിലെ 10-ന് സ്വവസ്തിയിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വാടാനപ്പള്ളിയിൽ സ്കൂട്ടറിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണ 2.5 വയസ്സുകാരി ലോറി കയറി മരിച്ചു. മണപ്പുറം ബീച്ച് ഫെസ്റ്റിവലിന് തിരിതെളിഞ്ഞു. ചട്ടങ്ങളും നിയമങ്ങളും വികലമായി മനസ്സിലാക്കുന്ന ഉദ്യോഗസ്ഥരുടെ നിലപാടുകൾ ജനങ്ങൾക്ക് ദ്രോഹമായി മാറുന്നുണ്ടെന്ന് മന്ത്രി കെ രാജൻ.
ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.